ഹായ് ഫ്രണ്ട്സ്, മോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ രുചികരമായിട്ടുള്ള ഒട്ടും തന്നെ കയ്പില്ലാത്ത ഒരു സദ്യ സ്പെഷ്യൽ നാരങ്ങ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. എന്നാൽ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ, വാ. അപ്പോൾ ഇനി ഓണമൊക്കെ അല്ലേ, അപ്പോൾ ഇനി ഓരോ ദിവസവും നമുക്ക് ഓണ റെസിപ്പീസ് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ നാരങ്ങ അച്ചാറ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 കിലോ നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പഴുത്ത നാരങ്ങ എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇനി ഈ നാരങ്ങ നമുക്ക് കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടി എടുക്കണം. ഒരു 2 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ. കൂടുതലിട്ട് വാട്ടിയാൽ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ അത്രയും ഒന്ന് വാട്ടിയെടുക്കരുത്. അപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രം വെച്ച് വെള്ളം തിളച്ചതിന് ശേഷം ഇതുപോലെ ഒരു തട്ടിട്ട് കൊടുത്ത് നമുക്കതിലേക്ക് നാരങ്ങ പറക്കി വെച്ച് കൊടുക്കാം. ചെറുതായിട്ട് ഇതിൻ്റെ തോലൊന്ന് സോഫ്റ്റായി കിട്ടണം. ഒട്ടും തന്നെ ഇത് കയ്പില്ല കേട്ടോ. ഒരു 3-4 ദിവസം ഈ അച്ചാറിട്ട് അതുപോലെ അങ്ങ് അടച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങളിത് ഉപയോഗിക്കാവൂ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ നാരങ്ങ എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇതിന് നമുക്കിനി മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഒരു നാരങ്ങ 4 പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുരുവെല്ലാം ഈ കട്ട് ചെയ്യുന്ന സമയം ഒന്ന് കുത്തി എടുത്ത് കളയുക. അങ്ങനെ എല്ലാം അതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂണോളം കായം എടുത്തിട്ടുണ്ട്, കായപ്പൊടി, അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. രണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ നാരങ്ങയുടെ കഷ്ണത്തിലെല്ലാം ഈ ഉപ്പും കായവും ഒക്കെ പിടിച്ച് കിട്ടണം. അതിനനുസരിച്ച് ഒന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സാക്കി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നല്ല വെറൈറ്റി മണവും രുചിയായിട്ടാണ് നമ്മൾ ഈ നാരങ്ങ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഹൈപ്പ് തന്ന് സഹായിക്കാനും മറന്നു പോകരുതേ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ അത് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാൻ നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം തീ ഒന്ന് കുറച്ച് വയ്ക്കുക. ഇതിലേക്ക് ഒരു 7 ഏലക്ക ഞാൻ എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഒരു 3-4 ഗ്രാമ്പ് മതിയാവും. അതും കൂടെ ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ തീ കുറച്ച് വെച്ച് വേണം ഇത് വറുത്തെടുക്കാൻ. തീ കൂട്ടി വെച്ച് കരിഞ്ഞു പോകരുത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചേർക്കുമ്പോൾ ഒരു നല്ല മണം കിട്ടും കേട്ടോ. നല്ല മണമാണ്. ടേസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു 3/4 ടേബിൾ സ്പൂണ് ഉലുവ, നമുക്ക് പച്ച ഉലുവ, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചുമന്ന് മൂത്ത് വരുന്ന സമയം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പെട്ടെന്ന് പൊട്ടി കിട്ടും. ഞാൻ 1 ടേബിൾ സ്പൂണോളം കടുക് എടുത്തിട്ടുണ്ട്. നമുക്കിത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഈ കടുകെല്ലാം നല്ലപോലെ പൊട്ടി പൊരിഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. തീ കുറച്ച് വെച്ച് ചെയ്യുക. ഇപ്പോൾ ഓണമെന്ന് പറഞ്ഞാൽ അച്ചാറില്ലാത്ത ഓണം ഇല്ലല്ലോ. പലതരത്തിൽ നമ്മൾ മാങ്ങ അച്ചാർ, ഇഞ്ചി, നാരങ്ങ എല്ലാം ഇടാറുണ്ട്. അപ്പോൾ ഞാൻ നാരങ്ങ ചെയ്തേക്കുന്നത്. ഇനി ഇത് മാറ്റി നമുക്ക് തണുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ഈ കപ്പിന് ഒരു 1.25 കപ്പ് നല്ലെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നാരങ്ങ ഒരുപാട് ദിവസം നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റും. നനഞ്ഞ പാത്രം സ്പൂൺ ഇടുകയോ നനഞ്ഞ ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുകയോ ചെയ്യരുത് കേട്ടോ. ഇപ്പോൾ ഞാൻ 1 കപ്പ് നിറച്ച് ഇഞ്ചി ഇതുപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നീളത്തിൽ അരിയുന്നതാണ് ഇഷ്ടം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ അരിഞ്ഞെടുത്തെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ തന്നെ അരിയണമെന്നൊന്നുമില്ല. അതൊക്കെ അവരുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ചൊക്കെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ അരിഞ്ഞത് ഇഞ്ചി ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഞാനിവിടെ ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതുപോലെ റൗണ്ടായിട്ട് അരിഞ്ഞതിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ നിറമെല്ലാം മാറി ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. എന്നാൽ കരിഞ്ഞൊന്നും പോകരുത്. തീ കുറച്ച് വെച്ച് വേണം ചെയ്യാൻ. ഇതിൻ്റെ നിറമെല്ലാം ഒന്ന് മാറി വരട്ടെ. ഇപ്പോൾ പച്ചമുളകിൻ്റെ നിറമെല്ലാം ഒന്ന് മാറി ഇഞ്ചിയൊക്കെ ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് 1 കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം.
വെളുത്തുള്ളി ഞാൻ അരിഞ്ഞെടുത്തിട്ടില്ല, ചെറിയ അല്ലികളായതുകൊണ്ട് മുഴുവനെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ചുമന്ന് കിട്ടണം. ആ പരുവം വരെയും നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. എണ്ണ നല്ല തിളച്ച് കിടക്കുക. നല്ലപോലെ ഒന്ന് സൈഡൊക്കെ ഇതാ ചുമന്ന് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നമ്മളിവിടെ മൂപ്പിച്ച് കോരി എടുത്തിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ. ഉറപ്പായിട്ട് ഈ നാരങ്ങ അച്ചാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റായിട്ടോ, ഒട്ടും തന്നെ കയ്പ്പ് രസം ഒന്നും ഉണ്ടാകത്തില്ല. ഇനി ഇതിലേക്ക് 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില എല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കാം. അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടി ഇവിടെ അളന്നെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 9 സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 9 ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഈ സമയം തീ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണയിൽ തന്നെ നമ്മുടെ മുളക് പൊടി നല്ലപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം. നാരങ്ങ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നിങ്ങൾക്ക് തോന്നും പെട്ടെന്ന് എല്ലാം ഇടുവാന്നോ, അത് മൂത്ത് കിട്ടുമെന്നൊക്കെ. പക്ഷെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒത്തിരി സമയം എടുക്കും. നമ്മളിത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഇച്ചിരിയാണ് നമ്മൾ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഒത്തിരി സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. നിങ്ങൾക്കത് മുഷിച്ചിലായിട്ട് തോന്നും. വീഡിയോ കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. അതിനുശേഷം ഞാനിതാ വറുത്ത് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുത്ത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി ഉപ്പൂടെ എനിക്ക് വേണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 1.25 ടേബിൾ സ്പൂൺ ഉപ്പൂടെ വീണ്ടും ചേർത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം 3.25 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരല്പം കായത്തിൻ്റെ ഉറവിടം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം കായം കൂടെ ചേർത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ 1 കപ്പ് എടുത്തിട്ടുണ്ട് നമ്മുടെ വിനാഗിരി. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് നമുക്ക് ഈ നാരങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് വെട്ടി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ നാരങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങയ്ക്ക് നല്ല പുളിയുണ്ട്. അപ്പോൾ ഒരുപാട് വിനാഗിരി അതിൻ്റെ ആവശ്യമില്ല. ഞാൻ അതിന് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ സമയം ഞാനൊരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ സമയത്ത് തന്നെയാണ് നമ്മൾ കടുക്, പൊടിച്ച് വെച്ചിരുന്ന ഉലുവ, ഏലക്കായൊക്കെ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടില്ല, ആ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. നല്ല മണമായിട്ടോ ഈ പൊടി. നമ്മളിങ്ങനെ പൊടിച്ചെടുക്കുമ്പോഴല്ലോ ഒരു രക്ഷയില്ലാത്ത മണമാണ്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നല്ല രസമല്ലേ കാണാൻ? എന്ത് രസമാണെന്ന് നോക്കിയാൽ കാണാൻ തന്നെ ഇത്രയും രസം. അപ്പോൾ കഴിക്കാനുള്ളത് പറയണ്ടല്ലോ. പക്ഷേ ഇത് ഉടനെ നിങ്ങൾ എടുക്കരുത് കേട്ടോ. ഇത് നല്ല നനവില്ലാത്ത ഒരു ഗ്ലാസ് ബോട്ടിൽ തന്നെ അടച്ച് വയ്ക്കുക. പ്ലാസ്റ്റിക്കിലൊന്നും ഇങ്ങനെയുള്ള അച്ചാർ ഐറ്റങ്ങളൊന്നും ഇട്ട് വയ്ക്കാതിരിക്കുക. അതിന് ശേഷം നമുക്ക് ഒരാഴ്ച വെച്ചിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഒരു 5 ദിവസം കുറഞ്ഞത് നിങ്ങൾ വെച്ചിട്ട് എടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ അച്ചാർ നല്ല അടിപൊളി ടേസ്റ്റിൽ ഒട്ടും തന്നെ കയ്പില്ലാതെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. നല്ല കിടിലൻ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഓണം സ്പെഷ്യൽ നാരങ്ങ അച്ചാർ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.